കാതൽ ദി കോർന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു. മമ്മൂട്ടിയെ പോലത്തെ ഒരാൾ, ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനത്തെ ടൈപ്പ് ഒരു തീമിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സംഭവം നല്ലൊരു പടമാണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്, ഭയങ്കര അഗ്രസീവായിട്ടോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ ലാസ്റ്റിൽ കിടിലൻ ട്വിസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരുവിധമൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ തീമിനാണ് ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പടം. മമ്മൂട്ടി ഇങ്ങനത്തെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മമ്മൂട്ടി ഈ ഒരു പടം സെലക്ട് ചെയ്ത് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. ഇതിൽ മമ്മൂട്ടിൻ്റെയും ജ്യോതികേൻ്റെയും മകളായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ പടം നിങ്ങൾ ഓക്കെ. എല്ലാവരും ഓക്കെ ആവുന്ന ഒരു പടമല്ല. ഇന്ന് ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള, അത് ഒരാളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു പടമാണ്. പടം കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടമാണ്. എനിക്ക് എന്താ പറയുക, കുറച്ചൊരു സ്ലോ ആണ്. അത് നിങ്ങൾ സ്റ്റാർട്ടിങ് ക്രെഡിറ്റ് സീൻ തന്നെ കാണിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ലോ പേസ് തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് പടം പെട്ടെന്ന് കഴിയും. പക്ഷേ കുറച്ചൊന്നും ഒരു ഇങ്ങനെ നോർമലായിട്ടാണ് പോകുന്നത്. ഭയങ്കര സംഭവമൊന്നായിട്ടല്ല. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ.